പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പ്രിയമുള്ളവരെ, എല്ലാവരെയും പ്രഭാത വിരുന്നിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. ഓരോ നിമിഷവും ഈശോയെ കൂടുതൽ അനുഭവിച്ചറിയാനും ഈശോയെക്കുറിച്ച് മാത്രം ധ്യാനിക്കാനും ചിന്തിക്കാനും നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം കഴിയട്ടെ. പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മുടെ മേലുണ്ടാകട്ടെ. വചനത്തെ കൂടുതൽ ആഴത്തിൽ അറിയാനും ജീവിക്കാനും പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കും. ഇത്തരണത്തിൽ അമ്മയുടെ സഹായം അപേക്ഷിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് നേറ്റു ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സഹായത്തോടൊപ്പം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ശക്തിപ്പെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാർ തീനാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അവർ അധരങ്ങളെ ശക്തിപ്പെടുത്തി, അവരുടെ നാവുകൾക്ക് ബലം നൽകി, കാലുകൾക്ക് ശക്തി നൽകിയതുപോലെ പരിശുദ്ധാത്മ വചനം കേൾക്കാനായിട്ട് നമ്മളെല്ലാവരെയും ആത്മാവ് ഒരുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ വചനം കേൾക്കാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും ഒരു നിയോഗം നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ, അതെന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് ഈശോയിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ അവരെയൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ അവരുമായിട്ട് ബന്ധിപ്പിച്ചൊന്ന് ചിന്തിക്കാൻ, അവരെ തിരിച്ചു വരാനായിട്ട് ഒരു പരിശ്രമം നടത്താനൊക്കെ നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈശോ നമ്മൾ ഒരുക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനം കേൾക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹമുള്ളവരെ, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ്. വചനം ഇങ്ങനെയാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാവും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. വളരെ ലളിതവും വളരെ സുന്ദരവുമായിട്ടുള്ള ഒരു യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വചനഭാഗമാണ്. ഇതൊരു വലിയ പാരഗ്രാഫാണിത്. POC ബൈബിളിൽ അതിൻ്റെ തലക്കെട്ട് പോലും ദുഃഖം സന്തോഷമായി മാറും എന്നതാണ്. അതായത് 16-ാം അധ്യായത്തിലെ 16-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെയുള്ള വലിയൊരു പാരഗ്രാഫാണ്. അതിലെ 20-ാമത്തെ വചനം മാത്രമാണ് അച്ഛൻ വായിച്ചത്. അതിൻ്റെ തലക്കെട്ട് പോലും ദുഃഖം സന്തോഷമായി മാറും എന്നതാണ്. പ്രിയമുള്ളവരെ,
ഈ ഒരു വചനം തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു കാരണം ഈ ഒരു പറഞ്ഞ 20ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വളരെ ലളിതമാണ്. നിങ്ങളുടെയൊക്കെ ദുഃഖം സന്തോഷമായി മാറും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു വചനഭാഗമാണിത്. പ്രകടമായിട്ട് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു വചനഭാഗമാണ്. ഒരു പ്രത്യാശ, ഹോപ്പ്, പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ സോറോസ് ബിക്കം ജോയ്, അതായത് നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം പിന്നീട് സന്തോഷമായിട്ട് മാറും. ഇതിൽ ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത് ഒന്ന് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈശോ തമ്പുരാനിൽ ശക്തമായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാത്തവർ പറയും ഇത് വെറുതെ വാക്കുകളാണ്. പക്ഷെ ഇത് അറിഞ്ഞവർ പറയും ഇത് കർത്താവിൻ്റെ വചനമാണ്. ഒരിക്കലും സങ്കടത്തിൽ വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഏത് സമയവും സങ്കടത്തിലൂടെ കടന്നു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സങ്കടങ്ങളിലും സന്തോഷം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അത് വളരെ വലിയ ആശ്വാസമായിട്ട് നമുക്ക് മാറും. അതിനച്ഛൻ വേറൊരു വചനഭാവം കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. സങ്കീർത്തനം 126 അധ്യായത്തിൻ്റെ 5 വാക്യം. ഇത് വളരെ ഒരു പ്രത്യാശ നൽകുന്ന വചനഭാഗമാണ്. അതിങ്ങനെയാണ്: കണ്ണീരോടെ വിത്ത് വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കറ്റ ചുമന്നുകൊണ്ട് പോകുന്നു. അതിൻ്റെ മുൻപിലും പിറകിലുമായിട്ടൊക്കെ ഉണ്ടെങ്കിലും ആ ഒരൊറ്റ വചനം സങ്കീർത്തനം 126:5 അത് വളരെ മീനിങ് ഫുള്ളാണ്. അവൻ വിത്ത് വിതയ്ക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ പിറകിൽ കാരണങ്ങളുണ്ടാകാം. പക്ഷെ അവൻ കൊയ്ത് കറ്റ തലയിലും വെച്ചുകൊണ്ട് പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടി. അതൊരു സെലബ്രേഷനാണ് അല്ലേ? അത് അന്നത്തെ കാലത്ത് അവർക്ക് മറ്റു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ കാണുന്നില്ല. ഒന്നെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോയാൽ കൂടി നമ്മൾ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, ഒന്നെങ്കിൽ അവർക്കുള്ള സാധ്യതയുള്ളത് ഒലിവുക, അല്ലെങ്കിൽ മുന്തിരി, അല്ലെങ്കിൽ അത്തിപ്പഴം, അല്ലെങ്കിൽ ഈ പറയുന്ന ധാന്യങ്ങൾ, ഒന്നെങ്കിൽ ഗോതമ്പാകാം, ചോളമാകാം, അല്ലെങ്കിൽ അടുത്ത സാധ്യതയുള്ളത് അവർ ആടുകൾ, അല്ലെങ്കിൽ കന്നുകാലികൾ. ഇങ്ങനെ 6ഓളം വരുമാന മാർഗങ്ങളാണ് അന്നത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. അതല്ലാതെ വേറെ ഒരു വരുമാന മാർഗം അവർക്കുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ഇപ്പോഴത്തെ പോലെ IT ഫീൽഡോ ബിസിനസ് സംരംഭങ്ങളോ സമുച്ചയങ്ങളോ വേറെ അത്യാധുനികമായിട്ടുള്ള ജോലികളോ ഇല്ലായിരുന്നു. കൃഷി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിവിടെ ഈ കറ്റ ചുമന്ന് തലയിൽ വെച്ച് അവർ ഗാനങ്ങൾ ആലപിച്ച് സന്തോഷത്തോടുകൂടി പോകുന്നു എന്ന് പറയുമ്പോഴേക്കും അവർ പുതിയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ അവർ വിത്ത് വിതച്ചത് കരഞ്ഞുകൊണ്ടാണ്. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഇത് നമുക്ക് ശക്തമായിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. ഇത് വലിയൊരു പ്രതീക്ഷ ക്രിസ്ത്യാനികളായ നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. അതായത് നമ്മുടെ സങ്കടങ്ങൾ പിന്നീട് സന്തോഷങ്ങളാവും. അതിൽ ഉറച്ച് വിശ്വസിക്കുക. പിന്നീട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു പോകുമ്പോഴേക്കും, നമ്മളത് പഴയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും അത് വളരെ അധികം ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത ഉദാഹരണമാണല്ലോ ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം. അവർ ഈജിപ്തിലേക്ക് പോയത് വെറും 70ഓളം പേര് മാത്രമാണ്. 430 വർഷങ്ങൾക്ക് ശേഷം അവർ ലക്ഷക്കണക്കിന് പേരാണ് തിരിച്ചു വരുന്നത്. അവർ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷേ
40 വർഷം അവർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലായിരുന്നെങ്കിൽ കൂടി അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിത്തീർന്നു. പക്ഷേ അവർക്ക് ദൈവം തമ്പുരാൻ തേനും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു. ആ കാനാൻ ദേശത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ച് കാണിക്കാനാണ് അന്നത്തെ കാലത്തെ സുഭിക്ഷമായ പോഷക ആഹാരങ്ങളായിരുന്ന ഈ തേനിനെയും പാലിനെയും കുറിച്ച് പറയുന്നത്. ഇത് അന്നും ഇന്നും പോഷകാഹാരങ്ങളാണ്. സമൃദ്ധമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ പെടുന്ന 2 ഘടകങ്ങളാണ്, രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഒന്ന് പാല്, 2 തേന്. രണ്ടും പ്യുവറാണ്, വേറെ തരത്തിലുണ്ടാക്കിയെടുക്കുന്നതല്ല, പ്രകൃതി നേരിട്ട് തരുന്നതാണ് ഈ പറയുന്ന പാലും തേനും. അപ്പോൾ അവർ മരുഭൂമിയിൽ കിടന്ന് അലഞ്ഞെങ്കിൽ പോലും അവർ ചെല്ലാൻ പോകുന്നത്, അവർ ഭക്ഷിക്കാൻ പോകുന്നത് സമൃദ്ധമായിട്ട് പ്രകൃതി നൽകുന്ന ഭക്ഷണമാണ്, തേനും പാലും. അപ്പോൾ അവരുടെ സങ്കടങ്ങളിൽ നിന്ന് അവർ സന്തോഷങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ദൈവം തമ്പുരാൻ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റും. നമ്മൾ തുടർന്ന് പോകുമ്പോഴേക്കും വീണ്ടും ഒരു 40 നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ കാലത്ത് പ്രളയം, അത് 40 ദിനരാത്രങ്ങളാണ് ഭൂമിയെ മൊത്തം ഇല്ലാതാക്കിയ പ്രളയം. പക്ഷേ പ്രളയത്തിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു? അവിടെ മഴ, അവിടെ സാവകാശം ഇല്ലാതായി നോഹയും കൂട്ടരും കുടുംബവും പെട്ടകത്തിൽ നിറങ്ങി പുതിയൊരു തുടക്കത്തിലേക്ക് മാറുന്നുണ്ട്. അവരുടെയൊക്കെ കാത്തിരിപ്പ് മാറി, ആകാശം തെളിഞ്ഞു, അല്ലേ? പുതിയ സ്റ്റാർട്ടിങ്, പുതിയ തുടക്കം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഉദാഹരണം കൂടി പറയാണ്. പഴയ നിയമത്തിലെ ജോസഫ് വളരെയേറെ വേദനകളിലൂടെ, പിതാവിന് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പുത്രൻ, ഏറ്റവും ഇളയവൻ ജോസഫ്, അവൻ വേദനകളിലൂടെ കടന്നു പോയിട്ട് അവസാനം ചെന്നത് ഈജിപ്തിലെ ഫറവോയുടെ ഒപ്പം. അവസാനം ഫറവ പറയുന്നുണ്ട്, നീ ഇവിടെ മേലാളനായിരിക്കും, ഞാൻ എൻ്റെ കസേരയിൽ മാത്രം ഇരിക്കും, സിംഹാസനത്തിൽ മാത്രം ഇരിക്കും, നീയാണ് ഈജിപ്തിനെ നയിക്കേണ്ടത്. അപ്പോൾ വേദനകളിലൂടെ കടന്നുപോയ ജോസഫിന് അവസാനം ഈജിപ്റ്റ് മുഴുവൻ ഭരിക്കാനുള്ള അധികാരം, സന്തോഷം കിട്ടുന്നു. അപ്പോൾ പ്രിയമുള്ള എൻ്റെ സഹോദരൻ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ബേസാണിത്. എന്താണ്? നിങ്ങളുടെ സങ്കടങ്ങൾ സന്തോഷമായി മാറും. കുറേ കുടുംബത്തെ അറിയാം, ഇതേമാതിരി ഇതേ രീതിയിൽ ജീവിച്ചു പോകുന്ന വളരെയധികം കുടുംബങ്ങളുണ്ട്. എങ്ങനെ? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അതായത് സങ്കടങ്ങൾ മാറുന്നില്ല, പക്ഷേ ആ സങ്കടങ്ങളെ അവർ വിശ്വാസം കൊണ്ട് സന്തോഷമാക്കി മാറ്റുന്നു. ചില ജീവിത സാഹചര്യങ്ങൾ, ചില ജീവിത അനുഭവങ്ങൾ അവരെ തളർത്തുന്നുണ്ടെങ്കിലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ തളർച്ചയിലേക്ക് പോകാതെ അവർ നേട്ടത്തിലേക്ക് മാത്രം, ഈശോയിലേക്ക് മാത്രം പോകുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സങ്കടങ്ങൾ കർത്താവ് സന്തോഷമാക്കി മാറ്റും. നിങ്ങളുടെ സങ്കടങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ അത് ഈശോ തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അവനാണ് അത് സന്തോഷമാക്കി മാറ്റി തിരികെ തരുന്നത്. 5-ൽ നിന്ന് 5000-ത്തിലേക്ക് മാറ്റിയത് ഈശോയുടെ കരങ്ങളിലേക്ക് പോയത് കൊണ്ടാണ്. അങ്ങനെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാൻ, ആ 5-നെ 5000-ആക്കി മാറ്റാൻ ഈശോയ്ക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൂടാ? ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക്
ഒന്ന് ചേർന്ന് ഈ വചനം കേട്ട് വിചിന്തനം ചെയ്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാം. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, ത്രിയേക ദൈവത്തോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സങ്കടങ്ങൾ സന്തോഷമാക്കി മാറ്റാൻ കർത്താവിൻ്റെ ഇടപെടലും അതിന് ഞങ്ങളെ ഓരോരുത്തരെ ഒരുക്കാനുള്ള സാഹചര്യവും നൽകണമേ. പരിശുദ്ധമ്മയോടും വിശുദ്ധ ഔസപിതാവിനോടും എല്ലാ വിശുദ്ധന്മാരോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാമത്തിലുള്ള വിശുദ്ധ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥ എല്ലാ മാലാഖമാരും ചേർന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാനുള്ള മനസ്സ്, വിശ്വാസം ഞങ്ങൾക്കെല്ലാവർക്കും തരണം. പ്രത്യേകിച്ച് ഇന്ന് ഈ വചനം കേൾക്കുന്നതിലൂടെ ഒപ്പമായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും രോഗാവസ്ഥയിലൂടെ ആശുപത്രികളിൽ, വീടുകളിൽ, പലവിധ സങ്കടങ്ങളിൽ, അസ്വസ്ഥതകളിൽ, ഒറ്റപ്പെടലുകളിൽ, സാമ്പത്തികമായ പിരിമുറുക്കങ്ങളിൽ പ്രത്യേകമായിട്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ എല്ലാവരെയും സങ്കടങ്ങളെ ഈശോ തമ്പുരാൻ അത് സന്തോഷമാക്കി മാറ്റാനും കർത്താവിൻ്റെ വലിയ കരസ്പർശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഈശോ തമ്പുരാൻ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് വലിയ കൃപയാൽ അനുഗ്രഹിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഇവർ പ്രത്യേകമായിട്ട് ഇവരെല്ലാവരെയും മേലെ അങ്ങനെ കരം നീട്ടി അങ്ങ് സ്പർശിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ.
പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പരിശുദ്ധ പിതാവിനോട് എല്ലാ കാർഡിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും സന്യാസികളോടും ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ അനുഭവമായിട്ട് മാറട്ടെ. ഈശോ കൂടെ ഉണ്ടാകുന്ന അനുഭവമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയിൽ അലിക്കപ്പെട്ട് ഒന്നുചേർന്ന് മുന്നോട്ട് പോകാം. മരിയൻ കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഗുഡ്നസ് ടിവിയിലൂടെ പ്രഭാത വിരുന്നിലൂടെ കൂടുതൽ ഈശോയിലേക്ക് വളരാനും പരിശുദ്ധ അമ്മയിൽ ശക്തിപ്പെടാനും പരസ്പരം പ്രാർത്ഥിച്ച് ഐക്യത്തിൽ മുന്നോട്ട് പോകാനും നമ്മളെല്ലാവരെയും ഈശോ തമ്പുരാൻ ഒരുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.